പാലത്തിൽ വളരുന്ന ആൽമരം നീക്കം ചെയ്യാൻ ദേശീയപാതാ വിഭാഗം അനുവദിച്ചത് 2.5 ലക്ഷത്തോളം രൂപ. യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ച് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ആൽമരമാണിതെന്ന് കരുതിയെങ്കിൽ തെറ്റി. അഴിമതി തളിർത്ത് നിൽക്കുന്ന ഈ ആൽമരങ്ങൾ അങ്ങ് പുനലൂരിലാണ്. കല്ലടയാറിന് കുറുകെ പുനലൂർ തൂക്കുപാലത്തിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന വലിയ പാലത്തിൽ. ഒരു ചെറു വെട്ടുകത്തിയുണ്ടേൽ മണിക്കൂറുകൾ കൊണ്ട് പണിതീരുന്ന ഈ ആലുകൾ നീക്കം ചെയ്യാൻ ദേശീയപാതയുടെ ഉദ്യോഗസ്ഥ പ്രമുഖർ ഇട്ടിരിക്കുന്ന വില 1000-ഓ 10,000-ഓ അല്ല, ലക്ഷങ്ങളാണ്. കൃത്യം പറഞ്ഞാൽ 2,30,000 രൂപ. ഇതിൻ്റെ ടെൻഡർ നടപടികളൊക്കെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അടിയന്തര ആവശ്യമായി പരിഗണിച്ചാണ് കഴിഞ്ഞ നവംബറിൽ ഈ ആൽമരങ്ങളടക്കം നീക്കം ചെയ്യാൻ പുനലൂർ MLA PS സുബാലിൻ്റെ നേതൃത്വത്തിൽ വിളിച്ച യോഗത്തിന് പ്രകാരം അടങ്കൽ സമർപ്പിച്ചത്. വളർന്നു നിൽക്കുന്ന ആലിൻ്റെ വലിപ്പം എത്രയെന്നറിയാതെ, സ്ഥലം പോലും സന്ദർശിക്കാതെ ഉദ്യോഗസ്ഥർ കാട്ടുന്ന വിക്രിയകളാണ് ഇത്രയും തുക ഇതിനായി അനുവദിച്ചതിന് പിന്നിലെന്നാണ് ആക്ഷേപം. അല്ലെങ്കിൽ പാലത്തിലെ ഈ ആലിൽ കണ്ണുവെച്ചുള്ള അഴിമതി തന്നെ. ഇത് നീക്കം ചെയ്യുക അല്പം പ്രയാസമേറിയ ജോലിയാണെങ്കിലും 2,30,000 രൂപയുടെ പണി എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും ആർക്കും മനസ്സിലാകുന്നില്ല. പൂച്ച പെറ്റുകിടക്കുന്ന ഒരു ഖജനാവും ആളുകൾക്ക് ശമ്പളം നൽകാനാകാത്തതും ക്ഷേമ പെൻഷൻ നൽകാത്തതുമായിട്ടുള്ള സാഹചര്യം നിലനിൽക്കുമ്പോൾ 10,000, 2,000, 5,000 രൂപ കൊടുത്താൽ ജോലിക്കാരെ കൊണ്ട് വെട്ടിമാറ്റിക്കാവുന്ന ആലുമരത്തിൻ്റെ വേര് വെട്ടിമാറ്റുന്നതിന് വേണ്ടി 2.5 ലക്ഷം രൂപ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയ വിദ്വാൻമാരെയാണ് യഥാർത്ഥത്തിൽ കണ്ടെത്തേണ്ടത്. ഏതായാലും കരാറെടുത്തവരും ഉദ്യോഗസ്ഥരും സന്തോഷത്തിലാണ്. കാരണം തൊട്ടടുത്തുള്ള തൂക്കുപാലത്തിലും ആൽമരങ്ങൾ വളർന്നു തുടങ്ങിയിരിക്കുന്നു. 4 തൂണിന്മേൽ തകരഷീറ്റ് മേഞ്ഞ ലക്ഷങ്ങൾ മുടക്കി പണിത വെയിറ്റിംഗ് ഷെഡുകളെന്ന് പറഞ്ഞ പണം തട്ടുന്ന നാട്ടിൽ ഇതല്ല, ഇതിനപ്പുറവും നടക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. കാട്ടിലെ തടിയും തേവരുടെ ആനയുമായാൽ ഇഷ്ടം പോലെ വെട്ടാമല്ലോ. പാലത്തിൽ ആലുകിളിർത്താൽ അതും ചിലർക്കൊരു തണലാണ്. വെറും തണലല്ല, കാശടിക്കാനുള്ള നല്ല ഒന്നാം തരം ഒരു മാർഗവും. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് പുനലൂരിലെ ഈ വലിയ പാലം. 2.5 ലക്ഷത്തോളം രൂപ മുടക്കി നീക്കം ചെയ്യേണ്ട ആലുകിളിർത്ത് നിൽക്കുന്ന പാലത്തിൽ നിന്നും പ്രതിഭാളത്തുകളിനൊപ്പം സുജിത് സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കൊല്ലം.